അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നേരെ തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ആശാവർക്കർമാരുടെ സമരം വീണ്ടും ശക്തമാവുകയാണ്. ഇപ്പോൾ ഇതാ നിരാഹാര സമരം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആശാ വർക്കേഴ്സ്. വ്യാഴാഴ്ച മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം. അതിനിടെ 2 ആശമാർ കുഴഞ്ഞു വീണു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, സമരം ഒരു തരത്തിലും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ടില്ല, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇപ്പോഴിത് ആരോഗ്യ പ്രശ്നങ്ങളും അവരെ നേരിടുന്നു എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ ആശാ വർക്കർമാരുടെ സമരപന്തലിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന എന്താണ് അജീഷ്? രാവിലെ മുതൽ തുടങ്ങിയ സമരമാണ്. തലസ്ഥാനത്ത് കടുത്ത വെയിലാണ്. മാത്രമല്ല സമരം ഒരു ഘട്ടത്തിലും താഴോട്ട് പോകാതെ വളരെ ഊർജ്ജമായി തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചാണ് ആശമാർ ഈ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ്. ഈ ഭാഗത്ത് നിന്ന് ഒരു വാഹനങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നില്ല. ഈ ഘട്ടത്തിലാണ് പൊരിവെയിലത്ത് 4 പേർ കുഴഞ്ഞു വീണത്. ഇപ്പോൾ 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ തുടങ്ങിയ സമരമാണ്. ആ സമരത്തിനിടയിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായമായവരാണ്, പലതരത്തിൽ അസുഖങ്ങൾ ബാധിച്ചവർക്കുണ്ട്. ഈ ആശുപത്രിയിൽ കൊണ്ടുപോയവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല, അതാ ഇപ്പൊ അവരവിടെ എത്തിക്കാണത്തല്ലേ ഉള്ളൂ, അറിഞ്ഞില്ല വിളിക്കണതിന്. എല്ലാവരും കൊണ്ടുപോയിരുന്നു? 4 പേരെ കൊണ്ടുപോയിരുന്നു. 3 പേര്. പിന്നെ സമരം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം പോലീസ് ഒരു ഭാഗത്തൂടെ വണ്ടിയൊക്കെ മാറ്റി കൊടുക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. ഇപ്പം സമരം പക്ഷേ നമ്മൾ കുറെ ലഘൂകരിക്കാനൊന്നും തീരുമാനിച്ചില്ല. 6 മണി വരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണ്. അത് ആശാവർക്കർമാർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം 35 ദിവസം ഇരുന്നിട്ട് ഈ സമരത്തെ തിരിഞ്ഞു നോക്കാതിരുന്ന ആളുകൾ ഇന്നലെ 35ാമത്തെ ദിവസം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? തൊഴിലാളികളാണെങ്കിൽ ആത്മാഭിമാനമുള്ളവരാണ്. അവർ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും. സമരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് തന്നെ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. അതാണ് ആശാവർക്കർമാർ പറയുന്നത് പോലെ 20-ാം തീയതി മുതൽ സമരത്തിന്റെ 2ാം ഘട്ടം പുതിയ മുഖത്തിലേക്ക് സമരം കടക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം കൊണ്ടുവന്നുകൊണ്ട് സമരം കൂടുതൽ തീവ്രമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ആശാവർക്കർമാർ എടുത്തിട്ടുള്ളത്. രാവിലെ മുതൽ തുടങ്ങിയ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ഇന്ന് MG റോഡിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സർക്കാർ തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. അതിനിടയിലാണ് 3 പേർക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി അവരെ ഇവിടെ നിന്ന് മാറ്റിയത്. 3 പേരെയും ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്ത് തന്നെയായാലും 20-ാം തീയതി മുതൽ സമരത്തിന്റെ 2ാം ഘട്ടം തുടങ്ങുന്നു. ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ആശാവർക്കർമാർ ആവർത്തിച്ച് പറയുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. 4 ആശമാരാണ് അവിടെ കുഴഞ്ഞു വീണത്. ഈ സമരത്തിനിടെ വലിയ തരത്തിലുള്ള ചൂടും ഒക്കെ ഉണ്ട്. ഈ വലിയ പ്രതിഷേധത്തിനിടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. ചില പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലേ ശ്രീനിത? ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള സമരമായിരുന്നു. ആ സമരത്തിന് പിന്തുണയുമായി വിവിധ മേഖലയിലുള്ളവർ സമരപന്തലിലെത്തിയിരുന്നു. പക്ഷേ ആശാ വർക്കേഴ്സിന്റെ സമരമല്ല, സമരം ഏകോപിപ്പിക്കുന്ന ആൾക്കാരാണ് പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിലേക്ക് ഇത് കുറേ ആളുകൾ കൂടി അതിൻ്റെ അകത്ത് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ പോലീസും ആ രീതിയിലായിരുന്നു. അല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സമരങ്ങളെ അടിച്ചമർത്തി ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം? ഈ സമരം പൊളിക്കാൻ ട്രെയിനിങ് വെച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഇത്രയും കാലം ഇല്ലാത്ത ട്രെയിനിങ് ഇന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ചെപ്പടി യുദ്ധവും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആശാ വർക്കർമാർ. ഡൽഹി പോയിട്ട് BJPയുടെ മന്ത്രിമാരെ എല്ലാം സൂചിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്രവിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമാണ്. ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ. അവരെയാണ് ഞങ്ങൾ ശക്തി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാ വർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത്? ഞങ്ങളെ വർഗല്ലേ. അതിപ്പോൾ കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരില്ലല്ലോ, ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ. ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ. എല്ലാ കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശീലനം തുടരുന്നു മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ദിവസം കൂടുന്തോറും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴയത്തിനും കാറ്റിനും അല്ലെങ്കിൽ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒന്നും അവരെ തളർത്താൻ കഴിയുന്നില്ല. അവരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി പല പ്രമുഖരും രംഗത്ത് വന്നിരുന്നു. ആ പ്രതികരണങ്ങളും ഒപ്പം MV ഗോവിന്ദന്റെ പ്രതികരണവുമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.